രവിയേട്ടനെ പോലെ ചിലരെയും കാണാൻ കഴിയും. ബന്ധുക്കളെ അന്വേഷിച്ചല്ല രവിയേട്ടൻ ആ ചൂരൽമലയിൽ എത്തിയത്. മൈസൂരിൽ നിന്നെത്തിയപ്പോൾ തനിക്ക് അഭയം നൽകിയ ഒരു വീടുണ്ട് ചൂരൽമലയിൽ. ആ വീട്ടിലുള്ള ആരെയും ഇപ്പോൾ കാണാനില്ല. തെരച്ചിൽ നടക്കുന്ന ഓരോ സ്ഥലത്തും രവിയേട്ടൻ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് അലയുകയാണ് ആ മനുഷ്യൻ ഇന്ന്. ദുരന്ത ഭൂമിയിൽ നമ്മൾ രവിയേട്ടനെ പോലെ ചിലരെയും കൂടി കാണും. രവിയേട്ടന്റെ ബന്ധുക്കളല്ല ഇവിടെ ഉള്ളത്. പക്ഷേ രവിയേട്ടൻ മൈസൂരിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ അഭയം തന്നവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ്. രവിയേട്ടൻ ഇങ്ങനെ ആരെയാണ് അന്വേഷിക്കുന്നത്? ഞാൻ മൈസൂരിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ എന്നെ നോക്കിയ ആൾക്കാരാണ്. അവരുടെ വീട്ടിലായിരുന്നു സാപ്പാടും കടത്തമൊക്കെ. അവർക്കും വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. അവർ പോയിട്ട് ഇത്ര ദിവസമായിട്ട് ആകെ 2 മിന്നാൻ കിട്ടിയിട്ടേ ഉള്ളൂ. ഇന്ന് 5-6 ആൾ കിട്ടാനുണ്ട്. എത്ര പേരുണ്ട്? ആകെ 8-9 പേരുണ്ട്. ഇന്ന് വലിയവന്റെ കുട്ടികളുണ്ട് എന്തറിയില്ല. ആരൊക്കെയാണ് അവരുടെ പേര്? ഗുർമല്ല, ശിവണ, അപ്പന, അവരെ 3 ആളിന്റെ ഭാര്യമാരും കുട്ടികളും. പിന്നെ മൂത്തവന്റെ കുട്ടി ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് ശരിക്കും അറിഞ്ഞിട്ടില്ല. അതിൽ ഇവർ 3 ആളും 3 ഭാര്യമാരും 2 കുട്ടികളും ഇവരാരും കാണുന്നില്ല. അതിൽ 2 ആള് കിട്ടി. നിലമ്പൂരിൽ നിന്നാണോ? നിലമ്പൂരിൽ നിന്ന് 2 ആള് കിട്ടി. വേറെ ബന്ധുക്കളുണ്ടോ? വേറെ ബന്ധുക്കൾ അളിയന്മാരുണ്ട്. അളിയന് വീട് മാത്രം വെള്ളം കയറിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി ഫുള്ളായിട്ട്. ഈ പ്രാവശ്യം വെള്ളം കയറി. ആ ഒരു ക്യാമ്പിലാണിപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട്ടിൽ തന്നെ വെള്ളം കയറിയതാ. ഈ പ്രാവശ്യം എന്തോ ദൈവം സഹായിച്ചിട്ട് കയറിയിട്ടില്ല. ഇവിടെ തന്നെയാണ് താമസം? ഇവിടെ തന്നെ 40 കൊല്ലമായി. ഇങ്ങനെ ചില ആളുകളെ കാണാം. അതായത് അദ്ദേഹം തിരയുന്നത് തന്റെ ബന്ധുവിന് വേണ്ടിയിട്ടല്ല. തനിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യമായി അഭയം തന്ന ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. അതിൽ 9 പേരുണ്ട്. ഒരു 3 ചേട്ടാനിയന്മാരാണ്. അതിൽ 2 പേരെ കിട്ടി. ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. മൽഗോഡ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, വയനാട്.